ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വി ആർ നിവേദിത ആൻഡ് നക്ഷത്ര. ഇന്ന് ഞങ്ങൾ ഡൽഹിക്ക് തിരിച്ചു പോവാണ്. ഇപ്പോൾ ടൈം 4 o'clock ആയി. എല്ലാവരും പോകുന്നതിൻ്റെ ഒരു വിഷമത്തിലാണ്. കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ ടേണിങ്ങിൽ തന്നെ ഒരു അമ്പലമുണ്ട്. പണയിൽ ദേവീക്ഷേത്രം എന്നാണ് പേര്. അപ്പോൾ എവിടെ ഞങ്ങൾ പോയാലും, ഒരു ട്രിപ്പിന് എവിടെ പോയാലും ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ടേ പോകത്തുള്ളൂ. ഇതാണ് എരുമേലി ക്ഷേത്രം. ഈ റൂട്ട് വഴിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പന്തളത്തുനിന്ന് ശബരിമലയിലോട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ ഇവിടെ ഈ അമ്പലത്തിലാണ്, ഹോൾ സ്റ്റേഷനാണിത്. ഇവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ അമ്പലമൊക്കെ കഴിഞ്ഞ് ഒന്ന് വെട്ടവും വെളിച്ചമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഒത്തിരി വളവും തിരിവൊക്കെയുള്ള റൂട്ടാണ്, പക്ഷെ നല്ല നേച്ചർ ബ്യൂട്ടിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കാണാനും അവിടെ കുറച്ച് നേരം നിന്നു. അവിടെ ഒരുപാട് കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിനോടെല്ലാം ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർക്ക് ഈ റൂട്ട് അത്ര ഓക്കെ ആയിരിക്കത്തില്ല. ഛർദ്ദിച്ചൊരു പരുവാവും. ഗൈസ്, തേയിലത്തോട്ടത്തിലാണ് ഗൈസ് ഉള്ളത്. തേയിലത്തോട്ടം. ഒന്ന് രണ്ടെണ്ണം പറിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടുന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ടൈം ലേറ്റ് ആവുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നില്ല, ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. സ്നോവി വെളിയിൽ എവിടെയെങ്കിലും ഒരു പട്ടി ഇരുന്നാൽ മതി, അതിനെ നോക്കിക്കൊണ്ടിരുന്നോളൂ. സ്നോവി അങ്ങോട്ട് നോക്ക്. അയ്യോടാ, തേയിലച്ചെടിയുടെ ഇല പറിച്ചത് സ്നോവിക്ക് നാച്ചുറൽ ക്ലിപ്പായിട്ട് ഞങ്ങൾ അവൻ്റെ ചെവിക്കിട കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. പക്ഷെ കാറ്റ് കാരണം ഇരിക്കുന്നുമില്ലായിരുന്നു. ഫോട്ടോയ്ക്ക് പണ്ടത്തെ പോലെ സ്നോവി ഫോട്ടോ പോസ് ഇരിക്കത്തുമില്ല. ഭയങ്കര ജാടയാണ് ഗൈസ്. ഇപ്പോൾ ഇല പറക്കും ഞാൻ എടുത്തു വെക്കും. ഇതായിരുന്നു കുറച്ച് നേരത്തെ എൻ്റെ പണി. പിന്നെ ലാസ്റ്റിൽ അത് സഹി കെട്ട് എൻ്റെ അടുത്തു നിന്ന് പറന്നുപോയി ഗൈസ്. ഇപ്പം നല്ല കോടമഞ്ഞാണ്. രാവിലെ നല്ല ഭംഗിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല. വീഡിയോയിൽ കാണുമ്പോൾ ഏതാണ്ട് വെള്ളം മാതിരിയല്ല ഇരിക്കുന്നത്. നല്ല മഞ്ഞാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഒക്കെ മുന്നിലൂടെയാണ് നമ്മുടെ റൂട്ട്. ഗൈസ്, വിത്ത് സ്നോവി പൊട്ടൻ. ഇപ്പൊ ടൈം 7:45 ആയി. ഈ ടൈമിലും കോടമഞ്ഞുണ്ട് ഇവിടെ. നല്ല തണുപ്പാണ് ഗൈസ്. മുന്നിലുള്ളതും കാണാൻ നേരെ പറ്റത്തില്ല. അതുപോലെ ചില ഏരിയയില് സ്നോയ്ക്ക് ഇഷ്ടം ഈ ക്ലൈമറ്റ് ആണ്. തലയെല്ലാം മറ്റേത് ചൂടടിക്കുമ്പോഴേ നാക്കിങ്ങനെ വെളിയിലിട്ടോണ്ടിരിക്കും. ഇതിപ്പോ വായെല്ലാം അടച്ചു കൂട്ടി തല വെളിയിലിട്ട് ചെവിയൊക്കെ ഇങ്ങനെ പറക്കുക. ഇവിടെ ഇങ്ങനെ എടുക്കണം.
പെരിയാർ ഡാം എവിടെ? പെരിയാർ മുല്ലപ്പെരിയാർ എത്താറായി ഗൈസ്. ഡാം വഴിയാണോ പോന്നേ? മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ പെരിയാറാണ്. എനിക്ക് ഉമ്മ വേണ്ട. ഇത് നമ്മുടെ ഫസ്റ്റ് ടോൾ പ്ലാസയാണ്. ഇത് തമിഴ്നാട്ടിലെ ഏതോ ഫേമസ് ആയ ഒരു അമ്പലമാണ്. ഭയങ്കര തിരക്കാണ്. എന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. കരിക്ക് കുടിക്കാൻ പോവുകയാണ്. കരിക്ക് ആള് കുടിച്ചും തുടങ്ങി. പാവ സ്നോ ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങള് ചൂട് കേരളമായിരുന്നു ഭേദം. തമിഴ്നാട്ടിൽ ചൂട് കൂടുതലാ, നല്ല ചൂടുണ്ട്. അയ്യോ. അങ്ങനെ ഞങ്ങൾ എല്ലാരും ജ്യൂസൊക്കെ കുടിച്ചു. ഷെല്ലല്ലേ? ആ അതെ, കുറെ ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങളതിലെ കുറച്ച് ഞങ്ങളിഞ്ഞെടുത്തു. നല്ല വ്യൂ ആണ് ഗൈസ്. ഒരു വീഡിയോ ഒക്കെ എടുത്തു, അത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും. മുതലേ ഏതാണ്ട് പൊങ്ങി കിടക്കുന്നോണ്ട് മേലെന്തുവാ വല്ല മുതലയാതോ. Snowy, 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 come, come. Snowy, go. Snowy. Stop. Hurry up. Go. പനങ്കായ എന്നുള്ളൊരു ജ്യൂസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കുടിച്ചു. ഫസ്റ്റ് ടൈം ആയിരുന്നു കുടിക്കുന്നത്. നല്ലതാണ്. ഇപ്പം ഈ ഇല ഇരിക്കുന്നില്ലേ, ഇത് മെടഞ്ഞ് അതൊരു കുഞ്ഞൊരു കുമിള് മാതിരിയാക്കി അതിനകത്തായി വെള്ളം തരുന്നത്. കൊള്ളാമായിരുന്നു. അടിപൊളിയായിരുന്നു. സ്നോവിക്ക് കൊടുത്തായിരുന്നു, പക്ഷെ അവൻ തിന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അടിപൊളിയാണ്. സ്നോവിക്ക് കൊടുത്തായിരുന്നു, പക്ഷെ സ്നോവി തിന്നുന്നില്ല. എനിക്കുള്ളത് വരുന്നുണ്ട് ഗൈസ്. ഒരു ബൗളാക്കി ഞങ്ങള് സ്നോവിക്കും കൊടുത്തു. വെള്ളം കുടിച്ചു, പക്ഷെ ഇത് തിന്നാൻ അവന് ഇഷ്ടമല്ല. ആദ്യം ഞാൻ ഈ ഇതോടെ തിന്ന, അപ്പൊ ഒരു കയ്പ് തോന്നി. പിന്നെ മനസ്സിലായി ഇത് മണ്ടയിൽ ഈ നൊങ്ങ് മാതിരി ഇല്ലേ, അത് മാത്രമായിരുന്നു തിന്നുന്നത്. ഞാൻ പുറനത്ത് നിന്ന് കഴിക്കുമായിരുന്നു.
സ്നോവി മോനെ. അങ്ങനെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആ ഇല കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾ കഴുകി സ്നോയ്ക്ക് അതൊരു തൊപ്പിയാക്കി ഗൈസ്. പാവം കൊച്ചിന് അത് ഞങ്ങൾ തൊപ്പിയാക്കി വെച്ചു. അവന് കുറച്ച് നേരം അത് വെച്ചോണ്ടിരുന്നു, പിന്നെ അവന് നാണക്കേടായി, പിന്നെ അവൻ വെച്ചില്ല. ഭയങ്കര നാണമാണ് ഗൈസ്. സ്നോവിയുടെ ഫേവറേറ്റ് ഹോബിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ ട്രിപ്പ് പോയാലും അവൻ്റെ തല വെളിയിൽ കാണും. കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ചെവി ഇങ്ങനെ പുറയിലോട്ട് ഇങ്ങനെ പറന്ന് ചെവി രണ്ടും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തലയ്ക്ക് വണ്ടോട്ട് ഇങ്ങനെ കയറിയിരിക്കും. ഇപ്പോൾ ഞങ്ങൾ രാത്രിയായി, ഞങ്ങൾ തമിഴ്നാട് കഴിഞ്ഞു. ഇപ്പോൾ കർണാടക കയറി, ബാംഗ്ലൂരാണ് പോകുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലാണുള്ളത്. ഇന്നലെ ഞങ്ങൾ ഹോട്ടലെടുത്തു. പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരെണ്ണം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ കിട്ടി വന്നപ്പോൾ ടൈം 10 o'clock ആയി. ക്ഷീണ കാരണം വീഡിയോ എടുത്തില്ല. രാവിലെ ആയാലും പെട്ടെന്ന് ഇറങ്ങാറുള്ള തിരക്കി വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയും ധൂലേരിയാണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. അങ്ങോട്ടങ്ങോട്ട് പോകുന്തോറും കാലാവസ്ഥ നല്ല ചൂടാണ്, നല്ല ചൂട് കാറ്റാണ് അടിക്കുന്നത്. അപ്പൊ ഗൈസ് മഹാരാഷ്ട്ര എത്തി, സോളാപൂരൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ടൂർ കഴിഞ്ഞതേ ഉണ്ട്. 5:01 ഇപ്പം. സ്നോവി ഭയങ്കര ഉറക്കമാണ് ഗൈസ്. അതിന്റെ കൂടെ ടിഷ്യൂ പേപ്പർ എല്ലാം പറക്കുകയൊക്കെയാണ്. സ്നോവി സ്നോവിയെ, ഇതാണ് ഞങ്ങളുടെ സ്നോവി മോൻ. സ്നോവി കുഞ്ഞാറ്റത്തിന്റെ മടിയിലേ അവൻ കിടക്കത്തുള്ളൂ. കുഞ്ഞാറ്റന് എന്റെ കുഞ്ഞിന് ക്ഷീണം, കാറ്റ് കൊണ്ടത് കാരണം. ഒരമ്പലമാണ് ഗൈസ്, അത് ആയിരിക്കും ആണ്. അത് വെള്ളം കുളമാണത് ഗൈസ്, കുളം. ഞങ്ങൾ ഒരു 6 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലൊരു ഹോട്ടൽ കിട്ടി. പെറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ അങ്ങ് ഹോൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ലോക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. റൂം നല്ലതാണ്. റൊട്ടിയും പനീറും കഴിക്കാൻ വാങ്ങിച്ചു. നല്ല സ്പൈസി ആയിരുന്നു ഗൈസ് കറി. അങ്ങനെ ഇന്ന് ഞങ്ങൾ കറക്റ്റ് 4 o'clock ആയപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ ഇറങ്ങുക. അപ്പോൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. നല്ല ഹോട്ടലായിരുന്നു ഗൈസ്, നല്ലോണം റെസ്റ്റ് ഒക്കെ ചെയ്തു. Northeastern National Highway 52. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ആയിട്ട് ഇറങ്ങി. ഇനി നേരെ ഡൽഹിക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റ് ടോൾ ക്ലാസ്. സ്നോവി കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് സ്നോവി. സൈഡ് വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ സൺറൈസിങ്ങും സൈഡിൽ ഫ്ലവേഴ്സും നല്ല ഭംഗിയാണ്. വീഡിയോയിൽ അത്രയും ആ ഒരു ഭംഗി വരത്തില്ല, കാരണം
ആ ലൈറ്റ് മൊത്തം സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ തന്നെയാണുള്ളത്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വടാപാവ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കാറ് പാർക്ക് ചെയ്ത് വെയിറ്റിങ്ങിലാണ്. ഭയങ്കര ചൂടാണ്. ദൈവമേ, ഇപ്പൊ വായി വെച്ച എന്റെ വാ പൊള്ളു. ഞാനിപ്പൊ കടിച്ചെടുത്തേന്. പക്ഷെ അതൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവിടെ പോയിരുന്നില്ലേ. ഭയങ്കര ചൂടാണ്. ടേസ്റ്റ് പോകും, പക്ഷെ ചൂട് കൂടിപ്പോയി. ഇവിടെ കടിയെന്നാണെന്ന് പറയുന്നത് നമ്മുടെ മോരുകറിയാണ്. കൊള്ളാം, ഇതിന്റെ കൂടെ നല്ലത്. ആദ്യമായിട്ട് ഈ ഒരു കോമ്പോ ട്രൈ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് 2 എണ്ണം കൊണ്ട് വേറെ പറഞ്ഞു. ഇവിടെ നീ വേണമെന്ന് പറഞ്ഞ് എപ്പോണ്ട് കരിമ്പ് ജ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കുടിക്കണം. എന്നിട്ട് വീണ്ടും ട്രിപ്പ് തന്നെ. സ്നോയിൽ നോക്കി ഇരിപ്പുണ്ട്. അവന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ബന്നൊന്നും. അതുകൊണ്ട് കുഞ്ഞിനി അവന്റെ ഫുഡ് കൊടുക്കും. इसका कोई मतलब नहीं करता. ജീവൻ കിട്ടിയ പോലെ ചൂടത്ത് ജീവൻ കിട്ടിയ മാതിരിയായിരുന്നു. എന്തായാലും നല്ല സമാധാനമായി. കഴിക്കേണ്ട അറിവുകേട് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് കൊടുത്തു. ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്. അങ്ങനെ ഇതിനെല്ലാം അറിയില്ല. നല്ല സ്പൈസിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു മലമേളിലെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് വഴിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര MP ബോർഡർ ഹൈവേ ആണിത്. ഇപ്പം ഞങ്ങൾ MPയിലാണുള്ളത്. ലഞ്ച് കഴിക്കാൻ കയറി. റൊട്ടി പനീർ കറിയാണ്. ഇതിലും എരിവുണ്ട്. ഇപ്പൊ നമ്മൾ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ്. കുറച്ചു നേരമായി കയറിയപ്പം. AC ഓൺ ചെയ്ത ഉറക്കം. നടുക്ക് ഹെഡ് റെസ്റ്റ് അല്ല ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് സ്ലോലി ഹെഡ് റെസ്റ്റ് ആക്കി വെച്ചേക്കും. ഇതാ ഇങ്ങനെ ഫ്രണ്ടിലെത്തി. AC ഓൺ ചെയ്യണം. AC ഓൺ ചെയ്യണം. അച്ഛൻ വണ്ടി ഓടിച്ച് ടയേർഡ് ആണെങ്കിൽ അവൻ ഓടിച്ചോളാമെന്ന് പറഞ്ഞത് അവന്ന് ഫ്രണ്ടിൽ സ്നോയി വണ്ടി ഓടിക്കുന്നോ? അവൻ തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി. നമ്മള് ലാസ്റ്റ് ടോൾ പ്ലാസ ആയിരുന്നു തോന്നില്ലേ? ലാസ്റ്റ് ഡൽഹിയില് നമ്മള് ഡൽഹിയിലെത്തി. വെൽക്കം ടു ഡൽഹി വഡോദര എക്സ്പ്രസ്.
നല്ല ഡിസ്റ്റൻസ് കിട്ടും. ആ 229 220 ആയിരുന്നു. എത്രയോ, അതായത് 229 എന്റെ ഓർമ്മ. അത്രയും ദൂരം നമുക്ക് അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ എത്താറായി. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.